ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഫോക്കസ് മേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSCക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളും അതിനോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കണക്റ്റിംഗ് പോയിൻറ്റ്സുമാണ്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണാത്തവർ തീർച്ചയായും അത് പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് വിത്ത് കണക്റ്റിംഗ് പോയിൻറ്റ്സിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. പ്രസ്താവനകൾ: 1. തിരുവനന്തപുരത്തുള്ള ഒരു പക്ഷി സങ്കേതമാണ് അരിപ്പ പക്ഷി സങ്കേതം. 2. പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്തെ മലനിരയാണ് അഗസ്ത്യാർകൂടം. 3. മങ്കയം ഇക്കോ ടൂറിസം പദ്ധതി കോഴിക്കോട്ടാണ്. ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ്. പ്രസ്താവനകൾ ഒരിക്കൽ കൂടി: തിരുവനന്തപുരത്തുള്ള ഒരു പക്ഷി സങ്കേതമാണ് അരിപ്പ പക്ഷി സങ്കേതം. പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്തെ മലനിരയാണ് അഗസ്ത്യാർകൂടം. 3. മങ്കയം ഇക്കോ ടൂറിസം പദ്ധതി കോഴിക്കോട്ടാണ്. ഇതിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് പ്രസ്താവന 1ഉം 2ഉം. തിരുവനന്തപുരത്തുള്ള ഒരു പക്ഷി സങ്കേതമാണ് അരിപ്പ പക്ഷി സങ്കേതം. 2. പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്തെ മലനിരയാണ് അഗസ്ത്യാർകൂടം. ഇനി ഇതുമായി ബന്ധപ്പെട്ട കണക്റ്റിംഗ് പോയിൻറ്റ്സ് നോക്കാം. മങ്കയം ഇക്കോ ടൂറിസം പദ്ധതി തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലാണ്. ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യാർകൂടം. പേപ്പാറ വന്യജീവി സങ്കേതം തിരുവനന്തപുരത്താണ്. വാഴുവൻതോൾ വെള്ളച്ചാട്ടം, കലക്കയം വെള്ളച്ചാട്ടം, മങ്കയം വെള്ളച്ചാട്ടം എന്നിവ തിരുവനന്തപുരത്താണ്. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ ജനകീയ പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ നൽകിയിട്ടുള്ളത്. അത് പരിഗണിക്കുക. പ്രസ്താവനകൾ: കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പി ആയിരുന്നു. 2. അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭമായിരുന്നു വൈക്കം സത്യാഗ്രഹം. 3. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം ചെയ്യപ്പെട്ട് ആരംഭിച്ച പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1. കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയ രാമനമ്പി ആയിരുന്നു. 2. അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭമായിരുന്നു വൈക്കം സത്യാഗ്രഹം. 3. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം ആവശ്യപ്പെട്ട് ആരംഭിച്ച പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. ശരിയായ ഉത്തരം പ്രസ്താവന 1ഉം 3ഉം. കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പി ആയിരുന്നു. പ്രസ്താവന 3, സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം ചെയ്യപ്പെട്ട് ആരംഭിച്ച പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. പ്രസ്താവന 2 തെറ്റാണ്. കണക്റ്റിംഗ് പോയിൻറ്റ്സ് നോക്കാം. അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭമായിരുന്നു 1917 തളിക്ഷേത്ര പ്രക്ഷോഭം. അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമായിരുന്നു വൈക്കം സത്യാഗ്രഹം. തിരുവിതാംകൂറിൽ എല്ലാ ജനങ്ങൾക്കും സമത്വം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രക്ഷോഭമാണ് പരമസമത്വവാദ പ്രക്ഷോഭം. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ വിപ്ലവമാണ് പഴശ്ശി വിപ്ലവം. അടുത്ത ചോദ്യം നോക്കാം. 86ാം ഭരണഘടനാ ഭേദഗതി നിയമം പാസാക്കിയ വർഷം. ഓപ്ഷൻ എ 2002, ഓപ്ഷൻ ബി 2001, ഓപ്ഷൻ സി 2016 ആൻഡ് ഓപ്ഷൻ ഡി 2011. ഇതിൻ്റെ ശരിയായ ഉത്തരം 2002, ഓപ്ഷൻ എ. 86ാം ഭരണഘടനാ ഭേദഗതി നിയമം പാസാക്കിയ വർഷം 2002 ആണ്. ഇതുമായി ബന്ധപ്പെട്ട കണക്റ്റിംഗ് പോയിൻറ്റ്സ് നോക്കാം. 2022 86ാം ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ് പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയത്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉൾപ്പെട്ട ആർട്ടിക്കിൾ 21A ആണ്. ആർട്ടിക്കിൾ 21A പ്രകാരം
6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം രാജ്യം നൽകണം എന്നാണ്. അടുത്ത ചോദ്യം, പക്ഷിപാതാളം പക്ഷി സങ്കേതം ഏതു ജില്ലയിലാണ്? പക്ഷിപാതാളം പക്ഷി സങ്കേതം ഏതു ജില്ലയിലാണ്? ഓപ്ഷൻ എ വയനാട്, ഓപ്ഷൻ ബി പത്തനംതിട്ട, ഓപ്ഷൻ സി തിരുവനന്തപുരം, ഓപ്ഷൻ ഡി ആലപ്പുഴ. ഉത്തരം ഓപ്ഷൻ എ വയനാട്. വയനാടിലാണ് പക്ഷിപാതാളം പക്ഷി സങ്കേതം നിലകൊള്ളുന്നത്. അതുമായി ബന്ധപ്പെട്ട കണക്റ്റിംഗ് പോയിൻറ്റ്സ് നോക്കാം. വയനാട് ജില്ലയിലെ കന്യാവനങ്ങൾക്ക് നടുവിലുള്ള പക്ഷി നിരീക്ഷണ കേന്ദ്രമാണ് പക്ഷിപാതാളം. തിരുനെല്ലിയിലെ ബ്രഹ്മഗിരികളിലാണ് പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത്. കടൽ നിരപ്പിൽ നിന്ന് 1740 മീറ്റർ ഉയരത്തിലുള്ള പക്ഷിപാതാളം മനോഹരമായ പക്ഷി നിരീക്ഷണ കേന്ദ്രമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം കോഴിക്കോടിനടുത്ത് കടലുണ്ടി പക്ഷി സങ്കേതമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റം ഏത്? ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റം ഏത്? ഓപ്ഷൻ എ കന്യാകുമാരി, ഓപ്ഷൻ ബി രാമേശ്വരം, ഓപ്ഷൻ സി ഇന്ദിര പോയിൻറ്റ്, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ശരിയായ ആൻസർ ഓപ്ഷൻ സി ഇന്ദിര പോയിൻ്റാണ്. ഇന്ദിര പോയിൻ്റാണ് ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റം എന്ന് അറിയപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കണക്റ്റിംഗ് പോയിൻറ്റ്സ് നോക്കാം. ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു അരുണാചൽ പ്രദേശിലാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിര കോൾ സിയാച്ചിനിൽ. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർ മോത്തി ഗുജറാത്തിൽ. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിര പോയിൻറ്റ് പിഗ്മാലിയൻ പോയിൻറ്റ് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വിലയിരുത്തുക. പ്രസ്താവന 1, മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് മെഹ്ത കമ്മിറ്റി. 2, മാർഗനിർദ്ദേശക തത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് അയർലൻഡിൽ നിന്നാണ്. 3, ബാങ്കിൻ്റെ സൗകര്യാനുസരണം നൽകുവാനുള്ള ചെക്ക് എന്ന് മാർഗനിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് KT ഷാ ആണ്. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ്. പ്രസ്താവനകൾ ഒരിക്കൽ കൂടി. മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് മെഹ്ത കമ്മിറ്റി. 2, മാർഗനിർദ്ദേശക തത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് അയർലൻഡിൽ നിന്നാണ്. 3, ബാങ്കിൻ്റെ സൗകര്യാനുസരണം നൽകാനാവുന്ന ചെക്ക് എന്ന് മാർഗനിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് KT ഷാ ആണ്. ഉത്തരം പ്രസ്താവന 2ഉം 3ഉമാണ് ശരി. അതായത് പ്രസ്താവന 2, മാർഗനിർദ്ദേശക തത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് അയർലൻഡിൽ നിന്നാണ്. പിന്നെ പ്രസ്താവന 3, ബാങ്കിൻ്റെ സൗകര്യാനുസരണം നൽകാനാവുന്ന ചെക്ക് എന്ന മാർഗനിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് KT ഷാ ആണ്. പ്രസ്താവന 1 തെറ്റാണ്. കണക്റ്റിംഗ് പോയിൻറ്റ്സ് നോക്കാം. മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്തത് സെപ്രു കമ്മിറ്റിയാണ്. ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കാനായി ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഭരണനിർവഹണത്തിലും നിയമനിർമ്മാണത്തിലും ഭരണകൂടം പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഗാന്ധിയൻ ആശയങ്ങൾ, ലിബറൽ ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഭരണഘടനയുടെ ഭാഗം 4ലാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉള്ളത്. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവാൻ വേണ്ടി അവർക്ക് കൂടി ഷെയർ ചെയ്യുകയും ചെയ്യുക.
അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ക്ലാസ്സുകളുമായി വീണ്ടും വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.